Hi guys, welcome to the very first episode of Coffee with Tech Brands. So ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് ഐക്കോണിക് ബ്രാൻഡ് ആയിട്ടുള്ള മോട്ടറോള. സോ ലെറ്റ്സ് വെൽക്കം മോട്ടറോള ടു അവർ ഷോ. മോട്ടറോള, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. സോ പറയൂ മോട്ടോ, എന്തൊക്കെയാണ് നമ്മുടെ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങൾ? വെൽ, പുതിയ സ്മാർട്ട് ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറോള എഡ്ജ് 50 Pro ഈ April 1 ലോഞ്ച് ആവുകയാണ്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഓക്കെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫീച്ചേഴ്സ് അറ്റ് ദ എൻഡ്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ മാർക്കറ്റിനകത്ത് ഒരുപാട് നല്ല സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്, നത്തിങ്, വൺ പ്ലസ് എക്സെട്ര. സോ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ മാർക്കറ്റിലോട്ട് ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുന്നത്? ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. എനിക്ക് ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ദർ ആർ മെനി ടെക് റിവ്യൂവേഴ്സ് റൈറ്റ് നൗ. ഫോർ എക്സാമ്പിൾ MKBHD, മിസ്റ്റർ ഹൂസബോസ്, കോൾ മീ ഷസാം. സോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്? എഗ്രീഡ്. മോട്ടോയുടെ ചില സ്മാർട്ട് ഫോണിൻ്റെ പേര് തന്നെ ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മോട്ടറോള G62 എന്ന് പറയുന്ന ഒരു 5G സ്മാർട്ട് ഫോണാണ്. പക്ഷേ മോട്ടറോള G72 എന്നുള്ളത് ഒരു 4G സ്മാർട്ട് ഫോണാണ്. പിന്നെ മോട്ടറോള G71 എന്നുള്ളത് ഒരു 5G സ്മാർട്ട് ഫോണാണ്. സോ എന്തുകൊണ്ടാണ് മോട്ടറോള ഇത്തരത്തിലുള്ളൊരു നെയിമിംഗ് പാറ്റേൺ സ്വീകരിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോക്കാറില്ല, തലയിടാൻ പോകാറില്ല. ഈ മാർക്കറ്റിംഗ് ടീമിലുള്ള ഓരോ പേരായിട്ട് വരും, ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കും. പിന്നെ ഈ പേരിലൊക്കെ ഇപ്പം എന്തായിരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ഈ ഷോൻ്റെ പേരെന്താ? കോഫി വിത്ത് ടെക് ബ്രാൻഡ്സ്. എന്നിട്ട് കോഫി എവിടെ? എഗ്രീഡ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ടോപ്പ് നോച്ചാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഹൈ റെസൊല്യൂഷനിലുള്ള ക്യാമറ നിങ്ങളുടെ ഫോണിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ ഞാനും നത്തിങ്ങിൻ്റെ അതേ ഒരു പോളിസിയാണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. ഇപ്പം നത്തിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഹൈ റെസൊല്യൂഷനിലുള്ള ക്യാമറ അവരുടെ സ്മാർട്ട് ഫോണിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ അവരും മീഡിയോക്കറാണ്. പക്ഷെ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ബൂസ്റ്റ് കൊടുക്കും ഈ ക്യാമറയിൽ. സോ അത്തരത്തിലുള്ള ഒരു പോളിസിയാണ് നമ്മളും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പെർഫോമൻസ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ശരിയാക്കാൻ പറ്റുമെന്നുള്ളൂ. അപ്ഡേറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മുടെ റിയൽമിക്ക് മോട്ടോയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാണ്ടെന്ന് പറഞ്ഞായിരുന്നു. റിയൽമി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചെന്നുണ്ട്. ഓൺ ടു ദ സ്ക്രീൻ. ഹായ് മോട്ടോ, സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് മോട്ടോ. കാരണം ഇതിനകത്ത് നോ ബ്ലോട്ട്വെയേഴ്സ്, അതുപോലെ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് ഇത്രയും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രോപ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കാത്തത്? റിയൽമി എന്തായാലും ചോദിച്ചത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നെനിക്ക് നല്ല നിർബന്ധമുണ്ട്. ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ട് അതിലൂടെ അതിൻ്റെ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ച് കളയാനുള്ള പ്ലാനൊന്നും നമുക്കില്ല. സോ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ചെയ്യുന്ന അപ്ഡേറ്റ്സ് കൊടുക്കാൻ. കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും സെക്യൂരിറ്റി പാച്ചസ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ ഫൈൻ, നമുക്ക് എന്തായാലും നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ മോട്ടോക്ക് എന്താണ് പുതിയ ഫോണായിട്ടുള്ള എഡ്ജ് 50 Proനെ പറ്റിയിട്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്? ഓക്കെ, മോട്ടോറോള എഡ്ജ് 50 Pro ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ ആക്ച്വലി. ഇറ്റ് ഹാസ് സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസ്സർ. പിന്നെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5K റെസൊല്യൂഷനിലുള്ള ഒരു 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഓൾസോ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ IP68 റെസൊല്യൂഷൻ ഉണ്ട്. സോ ഫർദർ ഡീറ്റെയിൽസ്, അതായത് പ്രൈസും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് April 1 നമുക്ക് റിവീൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് AI ആണ്. നമ്മൾ സാംസങ്ങിൻ്റെ കോപ്പി അടിച്ചൊന്നുമല്ല, എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ AI ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും April 1 കാണാം. ഇത്രയൊക്കെയാണ് മോട്ടോറോള എഡ്ജ് 50 Proനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും മോട്ടോറോള എഡ്ജ് 50 Pro ഒരു വലിയ സക്സസ് ആയി തീരട്ടെ. എന്തായാലും താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. താങ്ക് യു മോട്ടോറോള. താങ്ക്സ് a lot. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അവർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് കോഫി വിത്ത് ടെക് ബ്രാൻഡ്സ്. സോ അടുത്തതായിട്ട് നമ്മുടെ ഈ ഷോക്കകത്ത് ഏത് ബ്രാൻഡിനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ. താങ്ക്സ്.